നമസ്കാരം. ധവളപത്രത്തെ നേരിടാൻ കരിമ്പത്രമിറക്കി കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി സർക്കാരിന്റെ പരാജയം ഉയർത്തിക്കാട്ടുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കറുത്ത പേപ്പർ പുറത്തിറക്കി. BJP ഒരിക്കലും സംസാരിക്കാത്ത തൊഴിലില്ലായ്മയാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നതെന്നും കേരളം, കർണാടക, തെലങ്കാന തുടങ്ങിയ BJP ഇതര സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുകയാണെന്നും ഖാർഗെ പറഞ്ഞു. പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോഴെല്ലാം സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുപിടിക്കുന്നു എന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു കറുത്ത പേപ്പർ പുറത്തു കൊണ്ടുവരാനും സർക്കാരിന്റെ പരാജയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഖാർഗെ വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ 10 വർഷത്തെ സാമ്പത്തിക പ്രകടനവും BJP നേതൃത്വത്തിലുള്ള NDAയുടെ 10 വർഷത്തെ സാമ്പത്തിക പ്രകടനവും താരതമ്യം ചെയ്യുന്നതിനുള്ള ധവളപത്രം പുറത്തിറക്കുമെന്ന് കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. 2014 വരെ രാജ്യം എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ എവിടെയാണെന്നും വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം ഇറക്കുമെന്ന് നിർമ്മല തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ ദുരിതം തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സർക്കാരിന്റെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടുന്നതാണ് കോൺഗ്രസിന്റെ കറുത്ത പേപ്പർ എന്ന് ദേശീയ തലസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തൊഴിലില്ലായ്മ പ്രശ്നം കേന്ദ്രം അവഗണിക്കുകയും കഴിഞ്ഞ ദശകത്തിൽ BJP ഇതര സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചു. ദേശീയ തലസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ ദുരിതം തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സർക്കാരിന്റെ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന 10 സാൽ അന്യായ കാൽ എന്ന് പേരിട്ടാണ് കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് കറുത്ത പേപ്പർ പുറത്തിറക്കിയത്. BJP സർക്കാർ ജനാധിപത്യം അവസാനിപ്പിക്കുകയാണെന്ന് ആരോപിച്ച ഖാർഗെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 411 MLA-മാരെ BJP പിടിച്ചെടുത്തു. അവർ നിരവധി കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചു. വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവരെക്കുറിച്ച് സംസാരിക്കുകയാണ് മോദി ചെയ്തത്. നെഹ്റുവോ ഇന്ദിരയോ അല്ല, മോദിയാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും അവർ എന്താണ് ചെയ്തതെന്ന് അവർ ഉത്തരം നൽകണമെന്നും പ്രധാനമന്ത്രി മോദിയെ കടന്നാക്രമിച്ച് ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കിയതെന്നും 2024 രാജ്യത്തെ BJPയുടെ അനീതിയുടെ ഇരുട്ടിൽ നിന്ന് കരകയറ്റുമെന്നും ഖാർഗെ പ്രത്യാശ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷമായി സാമ്പത്തികം, സാമൂഹിക ക്ഷേമം, തൊഴിൽ ഉൾപ്പെടെയുള്ള ഡേറ്റകളൊന്നും പുറത്തുവിടാതെയും ഹിതകരമല്ലെന്ന് കണ്ടവയെ കുഴിച്ചുമൂടിയും 2021 നടത്തേണ്ട സെൻസസ് പോലും നടത്താതെയും കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ധവളപത്രം നോട്ട് നിരോധനത്തിൻ്റെയും കോവിഡ് മഹാമാരി കാലത്തിൻ്റെയും ആഘാതങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാവില്ല എന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. രാജ്യത്തെ മൊത്ത വരുമാന സൂചികയെ കാര്യമായി സ്വാധീനിക്കുന്ന അസംഘടിത തൊഴിൽ മേഖലയെ അവഗണിച്ച് തയ്യാറാക്കുന്ന GDP റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തട്ടിക്കൂട്ടുന്ന ധവളപത്രം രാജ്യത്തെ അടിസ്ഥാന ജനതയുടെ ദാരിദ്ര്യത്തെയും തൊഴിലില്ലായ്മയെയും കുട്ടികളിലെ പോഷകാഹാര കുറവിനെയും ഒന്നും പ്രതിഫലിപ്പിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ കരിമ്പത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനുള്ള മറുപടി കൂടി നിർമ്മല സീതാരാമന്റെ ധവളപത്രത്തിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.